യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നതിനോടൊപ്പം സഭായോഗത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും കർത്താവ് വരാൻ താമസിച്ചതുകൊണ്ട് ഒരു കർത്തൃ ദിവസം കൂടി, ഒരു സഭായോഗം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നു. നമുക്ക് ഒരുമിച്ച് കൂടി വരാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായിട്ട് നന്ദി പറയുകയാണ്. അനാവശ്യമായ ആയുസ്സ് ദീർഘിപ്പിച്ചു തരികയും നമ്മളെ ആരോഗ്യത്തോടെ കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിച്ചത് ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ യോഗ്യതയൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ വന്നത് അല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ്? നമ്മുടെ കുടുംബങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ, നമ്മുടെ തലമുറകൾ നമ്മളോടൊപ്പം ആരാധിക്കത്തക്ക രീതിയിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അനേക കുടുംബങ്ങൾ തകർന്നിരിക്കുമ്പോൾ, അനേക കുടുംബങ്ങളിൽ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ, അനേകർ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വന്നിരിക്കുന്ന ദൈവിക സമാധാനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ യോഗ്യതകൾ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ഡെഡ് ബോഡി അടക്കാൻ വേണ്ടി പോയി. ദുബായിൽ ആക്സിഡൻറ്റിൽ മരിച്ച ആ യൗവനക്കാരൻ്റെ സഹധർമ്മിണി, മാതാവ്, 2 കുഞ്ഞ് പെൺമക്കൾ, എനിക്ക് തോന്നുന്നു ട്വിൻസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. 3-4 വയസ്സിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്കില്ല. അപ്പൻ്റെ ഡെഡ് ബോഡിയുടെ ചുറ്റും കടന്ന് ഓടുകയാണ് അവർ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ മനസ്സിൽ വലിയ ഭാരം. സാധാരണ ഞാൻ എല്ലാ ഫ്യൂണറൽ സർവീസും നടത്താൻ വിളിച്ചാൽ പോകാറില്ല. കാരണം എന്നും അതിന് സമയമുണ്ടാകുകയുള്ളൂ. സഭ നോക്കാനോ ഔദ്യോഗികമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനോ സാധ്യമല്ല. എന്നാൽ ഇങ്ങനെയുള്ള വളരെ ഭാരമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്നവരുടെ കൂടെ പോയി അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുശ്രൂഷകൾ നിർവഹിക്കാനുമൊക്കെ ദൈവം അവസരം തരുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആണെങ്കിലും പോയി ആ ശുശ്രൂഷ നിർവഹിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ഒരപകടം ഉണ്ടാകാൻ അധിക സമയമൊന്നും വേണ്ട. ഒരനർത്ഥം നമ്മുടെ വീട്ടിൽ വരാൻ അധിക സമയമൊന്നും വേണ്ട. ആമേൻ, ഹല്ലേലൂയ. അപ്പൻ വരുമ്പോൾ മുട്ടായിയും കൊണ്ടുവരും എന്ന് ചിന്തിച്ചിരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ലഭിച്ചത് അപ്പൻ്റെ ചേതനയേറ്റ ശരീരമാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വൈകുന്നേരം വീട്ടിൽ മടങ്ങി ചെല്ലുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ദൈവം നമുക്ക് ആയുസ്സ് ദീർഘിപ്പിച്ചു വന്നിരിക്കുന്നത്. ഓരോ പ്രഭാതത്തിലും നമ്മൾ കണ്ണു തുറക്കുന്നത് നമ്മുടെ ശുശ്രൂഷ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീർന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യം, കർത്താവേ, ഇന്ന് ഞാൻ എന്താണ് അങ്ങയെക്കുറിച്ച്, അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്തായിത്തീരണം? എന്ത് ചെയ്യണം? എൻ്റെ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എന്ന് നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവമുഖത്തേക്ക് നോക്കി കരയുന്നുവെങ്കിൽ, കർത്താവ് നമ്മളോട് സംസാരിച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്ന് നമ്മെ നടത്താൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വാക്കുകൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. സമയബന്ധിതമായി നമ്മുടെ സഭായോഗം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 73-ാം സങ്കീർത്തനമാണ്. ഒരു നീണ്ട സങ്കീർത്തനമാണ്. 28 വാക്യങ്ങൾ അതിനകത്തുണ്ട്. സ്തോത്രം. ഓരോ വാക്യങ്ങളും
നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചിന്തനീയമായ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ഭക്തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവം നടത്തുന്ന വഴിയിലൂടെയാണ് അവൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മിൽ നടക്കുന്നത്, അല്ലേ? ആമേൻ. അത് സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും രോഗമാണെങ്കിലും ജീവിതത്തിലെ ഏതു സാഹചര്യവും ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നടത്തുന്ന വഴിയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെതിരെ ഒരുത്തൻ ശപിച്ചുകൊണ്ട് പുറകെ നടന്നപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവം അവനെ എന്നെ ശപിക്കാൻ ആക്കി വച്ചിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതോർത്ത് പരിഭവപ്പെടുകയല്ല, അത് ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ അവൻ പറയാൻ അവനെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും കഴിയുന്തോറും ആമേൻ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. അവിടെ പല ഭാഗത്തും എഴുതി വച്ചിരിക്കുന്നത് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ, എനിക്ക് ആദ്യമൊന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം കഠിനപ്പെടുത്തി ഇസ്രായേൽ ജനത്തെ വിടത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ഫറവോൻ്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്തു? കഠിനപ്പെടുത്തി. സ്തോത്രം. മോശെ തന്നെ പലപ്പോഴും ചിന്തിച്ചു കാണും, ഞാൻ ഇത്രയും ദൈവപ്രവൃത്തി, ഒന്നിനു പുറകെ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അവൻ്റെ പാമ്പുകളെ മുഴുവൻ എൻ്റെ പാമ്പ് വിഴുങ്ങുന്നു. അവൻ ബാധകൾ ഓരോന്നോരോന്ന്, ഓരോ ബാധ കഴിയുമ്പോഴും മനസ്സങ്ങ് കഠിനപ്പെടുകയാണ്. എന്താ ഇത്രയും ഞാൻ കാണിച്ചിട്ടും, ഞാൻ ഇത്രയും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിട്ടും അവൻ്റെ ഹൃദയം ഒന്ന് ലൈറ്റാകുന്നില്ലല്ലോ, കഠിനമാകുന്നില്ലല്ലോ. അവന് ഒരു ദോഷവും ഇല്ല. പനി പോലും ഇത്രയും പേര് കയറിയിട്ടും ഇത്രയും പ്രശ്നം കയറിയിട്ടും തവള കയറിയിട്ടും അവനൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഓരോന്ന് കഴിയുമ്പോഴും ആമേൻ മോശയ്ക്ക് വലിയ ഭാരമാണ്. ഇത് കണ്ടിട്ട് അവന് മാനസാന്തരം ഉണ്ടായില്ലല്ലോ, അവനൊരു രൂപാന്തരം ഉണ്ടായില്ലല്ലോ, അവനൊരു മനസ്താപം ഉണ്ടായില്ലല്ലോ. സ്തോത്രം. എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ആ പുള്ളി ഇതൊക്കെ കാണിച്ചിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ദൈവം ഇടപെടുന്നില്ലല്ലോ, ദൈവം ഒന്ന് തൊടുന്നില്ലല്ലോ. നമുക്കൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പനിയെങ്കിലും വരുന്നുണ്ട്, ഇവനൊന്നും ഒരു പനി പോലും വരുന്നില്ലല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്തോത്രം, തൂക്കിക്കൊല്ലാൻ വിധിച്ചവന് വലിയ ശിക്ഷയൊന്നും കൊടുക്കാറില്ല. സ്തോത്രം. അല്ല, അത് പറഞ്ഞാൽ ഇവന് ദൈവം ഒരു വലിയ ശിക്ഷ വച്ചിരിക്കുകയാണ്, അതിനകത്തൂടെ ഇവൻ കടന്നു പോകും. അന്ന് അവനെ വിടുവിക്കാൻ ആർക്കും പറ്റില്ല. സ്തോത്രം. ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തി ചെങ്കടലിൽ കൊണ്ടുവന്ന് മുക്കിക്കളയായിരുന്നു. സ്തോത്രം. പറഞ്ഞില്ലല്ലോ നിങ്ങൾ, പ്രൈസ് ദ ലോർഡ്. എന്നാൽ ദൈവത്തിന് നിങ്ങളോട് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് കർത്താവ് നമുക്ക് ചെറിയ പനിയൊക്കെ തന്നും ചുമയൊക്കെ തന്നും ചെറിയ രോഗങ്ങളൊക്കെ തന്നും ചെറിയ പരിശോധനകളൊക്കെ തന്നും നമ്മളെ കൃപയിൽ നിർത്തിയിരിക്കുന്നത്. ഹലോ, ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം ചെറിയ പരിശോധനകൾ, ബാലശിക്ഷകൾ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മുടെ ദൈവം നമുക്ക് വലിയ ദൈവമാണ്. ആമേൻ. ഇവിടെ ആസാഫ് ഒരു സംഗീത പ്രമാണിയാണ്, നമുക്കറിയാം. വർഷിപ്പ് ലീഡറാണ്. ആലയത്തിനകത്തെ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, എപ്പോഴും സ്തുതി പാടുന്ന, എപ്പോഴും ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തൻ. ആ ഭക്തനായ മനുഷ്യൻ ജീവിതത്തിൽ പലപ്പോഴും എല്ലാവർക്കും ഉള്ളതുപോലെ സുഖമൊന്നുമില്ല, പ്രയാസവും ദുഃഖവും വേദനയൊക്കെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി പുള്ളി പുറത്തു വന്ന് ഇങ്ങനെ ലോക മനുഷ്യരെയൊക്കെ ഒന്ന് നോക്കി. ദുഷ്ടന്മാരെ, പിടിച്ചുപറിക്കാര്, ആരെ കണ്ടാലും ദോഷം ചെയ്യുന്നവന്, ആമേൻ, എന്നും ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നവരെയൊക്കെ പുള്ളി ഒന്ന് കണ്ണു തുറന്ന് നോക്കി. ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം ഉടനെ ആസാഫ് കണ്ട കാര്യം, ആസാഫ് ആദ്യം പറയും, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയം ഉള്ളവർക്ക് തന്നെ
നല്ലവനാകുന്നു. സ്തോത്രം. പാട്ടുപാടുന്നൊക്കെ ഉണ്ട്, ദൈവം നല്ലവനെന്നുള്ളതല്ലേ. ഇന്ന് പാടിയ പാട്ട് ഏതാ? അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവൻ. ആ പാട്ട് പാടിയപ്പോൾ ഇവിടെ പലരും ഇല്ല. ഇനിയും പാട്ടുണ്ടോ ഇല്ലയോ ആർക്കറിയാം. 9 മണിക്ക് വന്നാൽ പാട്ട് പാടാം. സ്തോത്രം. 9:15 വന്നാൽ വേദോത്സവം വായിക്കാം. സ്തോത്രം. അപ്പോൾ എപ്പോൾ വരണം? എപ്പം വരണം? ഒന്ന് വാ തുറന്ന് പറയുന്നേ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. എത്ര മണിക്ക് വരണം? 9 മണിക്ക് വരണം. സ്തോത്രം. ഞാൻ 9 മണിക്ക് വരുമെന്ന് നെഞ്ചത്ത് തൊട്ടെന്ന് പറഞ്ഞേ. ആ ചങ്കി തൊട്ടെന്ന് പറഞ്ഞ ഞാൻ 9 മണിക്ക് അടുത്ത ആഴ്ച തൊട്ട് വരുമെന്ന്. പാസ്റ്ററാ പറയുന്ന, പറഞ്ഞേ പറ്റൂ. നെഞ്ചത്ത് കൈവച്ചു, ഞാൻ അടുത്ത ആഴ്ച 9 മണിക്ക്. ഒരു മാനസാന്തരം ഉണ്ടാകട്ടെന്ന് വിചാരിച്ച, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ. സ്തോത്രം. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ആസഫ് പറയുകയാണ്, ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ അവൻ നല്ലവൻ ആകുന്നു. അതെന്താ വിടാൻ? അവൻ നല്ലവനാകുന്നു 100%. എനിക്ക് നല്ല നിശ്ചയമുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എത്ര പേർക്ക് ഹൃദയത്തിൽ ഉറപ്പുണ്ട്, എൻ്റെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. ഈ പോളികാർപ്പിനെ 80-ാമത്തെ വയസ്സിൽ കൊല്ലാൻ നീറോ കൽപ്പന പുറപ്പെടുവിച്ച് ഒരു നല്ല ദൈവദാസനായിരുന്നു, വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ദൈവത്തിൻ്റെ ഭക്തൻ. പലരും പല പീഡനവും വന്നപ്പോഴും പിന്മാറിയപ്പോഴും പോളികാർപ്പ് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ പോളികാർപ്പിനെ പിടിച്ച് തൂണോട് ചേർത്ത് നിർത്തി ബന്ധിച്ചിട്ട് പറഞ്ഞു, ഈ ദൈവത്തെ നീ തള്ളിപ്പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും, നിന്നെ തീക്കിരയാക്കി കളയും. തുണിയൊക്കെ ചുറ്റി എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണയിൽ പൊതിഞ്ഞ് നിൽക്കുമെന്ന് ചോദിച്ചു, യേശുവിനെ തള്ളിപ്പറ. ഉടനെ പോളികാർപ്പ് കൊടുത്ത മറുപടി, ഈ ദൈവം എനിക്ക് നല്ലവനാണ്. 80 വർഷം ഈ ദൈവം എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്തില്ല. ഇനി ഞാൻ എത്ര നാൾ ജീവിക്കുമെന്ന് അറിയില്ല. എന്നാൽ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട. ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞൊരു ജീവിതം എനിക്ക് വേണ്ട. ഈ ദൈവം എനിക്ക് നല്ലവനാണ്. ദൈവമക്കളെ, മരിക്കുമ്പോഴും ലാസ്റ്റ് ബ്രീത്തിലും ഒടുവിലത്തെ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് താഴെ വന്നിരുന്നേ. ഓൾ ചിൽഡ്രൻ താഴെ വന്നിരുന്നേ. കസേര ഒഴിഞ്ഞ് കിടന്നാലും കുഴപ്പമില്ല, താഴെ ഇരുന്ന് പഠിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ഇതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം കസേര ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം താഴെ ഇറങ്ങിയിരുന്നോണം. സ്തോത്രം. ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ആഴ്ച തൊട്ട് താഴെ ഇരുന്നോണം. പിന്നെ യൂത്ത് ഈ വശം ഈ കവർ ചെയ്യണം. ഈ ഇരിക്കുന്ന ഭാഗമേ വീഡിയോയിൽ വരുമ്പോൾ ഇവിടെ ശൂന്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ആരോടാ പറഞ്ഞു അവിടെ ഇരിക്കുന്നത്, ജോനാഥാൻ വന്നില്ലേ, ഇവിടെ വന്നിരിക്കടാ, എന്നോട് ഇന്ന് നീയല്ലേ പറഞ്ഞു ഇവിടെ ഇരിക്കാമെന്ന്. ലൈവായി ഇവിടെ പോകുന്നത് കേട്ടോ. മക്കളെ ഇപ്പുറത്ത് വന്നിരിക്കടാ. വാ. അർജുനും പറഞ്ഞ അനുസരിക്കുന്നവരെഴുന്നേറ്റ് പറഞ്ഞ ഈ ഭാഗത്ത് വന്നിരുന്നേ. അടുത്ത ആഴ്ച തൊട്ട് ഈ വശത്തെ ചെയർ ഫില്ലായിരിക്കണം. ഞാൻ നോക്കുമ്പോൾ നേരെ കാണുന്ന ചെയർ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അനുസരണമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ സംഭവിച്ചേ? ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ
നിശ്ചയം 100% ഉറപ്പാണ്. വെരി ഗുഡ്. ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഇടയ്ക്കൊരു ഹല്ലേലൂയ ഒക്കെ പറയണം കുറച്ച്. എന്നാൽ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. അടുത്തത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല. സാധാരണ മർത്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ അവരെ ഒന്നും ബാധിക്കുന്നില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. അഹങ്കാരിയായി മാറിയിരിക്കുന്നു. അടുത്തത്, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവൻ എന്തോ വിചാരിച്ചാലും നടക്കുക. അടുത്തത്, അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. അവൻ വിരട്ടുക, കാണുന്നതിനൊക്കെ ഭീഷണിപ്പെടുത്തുക. അടുത്തത്, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. അവർ വായ ആകാശത്തോളം ഉയർത്തുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അടുത്തത്, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. നോക്കുക, ഇങ്ങനെയാകുന്നു. അവരെന്തോ പറയുന്നു? ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ പറയുന്നു. എന്നവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. ഹല്ലേലൂയ. ദുഷ്ടന്മാർ ഇങ്ങനെ സമൃദ്ധിയിൽ ഒരു കുറവില്ല, അഹങ്കരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഡംഭം കാണിച്ച് അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. ഒരു കുറവുമില്ല, ഒരു കുറവും ഇല്ല. എന്നാൽ ഭക്തൻ പറയും, എൻ്റെ കാല് ഏകദേശം. ഇതൊക്കെ കണ്ടപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധനായി നിർമ്മലനായി ദൈവകൃപയിൽ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് ഒരു ഉയർച്ചയില്ല. എനിക്ക് ഇവർക്ക് നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമില്ലാത്തവനെ പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ദുഷ്ടന്മാർ ഇങ്ങനെയാ. അടുത്തത് എന്താ പറയുക? 13, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. അപ്പൊ എൻ്റെ ഹൃദയം ശുദ്ധമാണ്, എൻ്റെ കൈകൾ വിശുദ്ധമാണ്. എങ്കിലും ഞാൻ ഇതൊക്കെ ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്നതൊക്കെ വെറുതെ ആണല്ലോ എന്നൊരു ചിന്ത. ഞാൻ ഇടപെടാതെ ബാധിതനായിരിക്കുന്നു. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാധിക്കപ്പെടുകയാണ്. ഒന്നുകിൽ രോഗം, അല്ലെ കഷ്ടത, അല്ലെ പ്രയാസം, അല്ലെങ്കിൽ വെല്ലുവിളികൾ, അല്ലെങ്കിൽ പഴി, ദുഷി, നിന്ന, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബാധിക്കപ്പെടുന്ന അനുഭവങ്ങൾ, വിവിധ വിഷയങ്ങളാൽ ഞാൻ ഭാരപ്പെടുന്ന അനുഭവങ്ങൾ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭാരത്തോടാണ് പലപ്പോഴും എഴുന്നേറ്റ് വരുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ അടുത്തത് ഒടുവിൽ അതിന്റെ 17-ാമത്തെ വാക്യം, ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. ഇത്രയും നേരം പുള്ളി ലോകത്തിൽ ഇങ്ങനെ കറങ്ങി നടന്ന് വെളിയിറങ്ങി നോക്കുകയാണ്.
ഒടുവിൽ മന്ദിരത്തിനകത്ത് ചെന്നു, ദൈവ സാന്നിധ്യത്തിലേക്ക് ചെന്നു. മന്ദിരത്തിനകം എന്ന് പറയുന്നത് എന്താണ്? ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു, കർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് അവരുടെ അന്തം എന്താകും? എൻ്റെ എൻഡും അവരുടെ എൻഡും എന്തായിത്തീരും? ജനന ദിവസത്തേക്കാൾ മരണ ദിവസം ഉത്തമമാണ്. ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കണം. ആരംഭത്തിന് നീ ഉത്തരവാദിയല്ല, എന്നാൽ അവസാനത്തിന് നീ ഉത്തരവാദിയാണ്. നീ ദരിദ്രനായി ജനിച്ചത് നിന്റെ കുഴപ്പമല്ല, എന്നാൽ നീ ദരിദ്രനായി മരിച്ചാൽ അത് നിന്റെ കുഴപ്പമാണ്. അല്ലോ, സ്വോത്രം പറഞ്ഞില്ലല്ലോ. നീ ഒരു പാപിയുടെ വീട്ടിൽ ജനിച്ചത് നിന്റെ കുഴപ്പമല്ല, എന്നാൽ നീ പാപിയായി മരിച്ചാൽ അത് നിന്റെ കുഴപ്പമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അന്തം എന്താകും? അല്ലോ, സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നിന്റെ എൻ്റെ എന്തായി തീരും? അതാ വിഷയം, അതാ വിഷയം. ആമേൻ. നിന്റെ എൻഡും നിന്റെ നിത്യതയുമായി കണക്റ്റഡാ. എത്ര പേർക്ക് മനസ്സിലായി? നിന്റെ അവസാനവും നിന്റെ നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. 25-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, പാട്ടുപാടി ദൈവകൃപയിലായി തീർന്നു, അഭിഷേകം പ്രാപിച്ചു, നിത്യത പ്രാപിച്ചു, 60 വയസ്സ് വരെ ജീവിച്ചിരുന്നു. കുറഞ്ഞ കാര്യം അറിയുന്നത്. 60-ാമത്തെ വയസ്സിൽ നീ ദൈവകൃപ വിട്ടുപോയെങ്കിൽ, നീ മരിക്കുമ്പോൾ ദൈവകൃപയിൽ അല്ലെങ്കിൽ നീ 25 മുതൽ 60 വരെ ഓടിയത് വെറുതെയാ. നിന്റെ എൻഡ് നന്നായിരിക്കണം. നിന്റെ ലാസ്റ്റ് ബ്രീത്തിലും നീയും നിന്റെ ദൈവവുമായിട്ടൊരു വിശുദ്ധമായ ബന്ധമുണ്ടാകണം. നിന്റെ അവസാന ശ്വാസത്തിലും എപ്പോഴാ നമ്മുടെ അവസാനം എന്ന് ആർക്കും അറിയില്ല. ഏത് സമയത്താ ആമേൻ നമ്മുടെ എൻഡെന്ന് നമുക്കറിയില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് സമയത്താണ് നമ്മുടെ ഒടുക്കമെങ്കിലും അവസാനമെങ്കിലും അത് ദൈവകൃപയിലും വിശുദ്ധിയിലും ജീവിച്ച് തീർക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നിത്യതയിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് അവിടെ നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് കയറിപ്പോവല്ലേ. ക്രൂശിൽ കിടന്ന കള്ളൻ വലത്തെ കള്ളനാണോ ഇടത്തെ കള്ളനാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്ക് അറിഞ്ഞൂടാ. ക്രൂശിൽ കിടന്ന കള്ളൻ ഒരുത്തൻ പറഞ്ഞു, ഇവൻ നമ്മളെപ്പോലെ ഭാവിയാ, നമ്മളെപ്പോലെ സമശിക്ഷാവധിയിൽ അകപ്പെട്ടിരിക്കുന്നവനാ. എന്നാൽ മറ്റവൻ പറഞ്ഞു, ഇവൻ നമ്മളെപ്പോലെ പാപമൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ. അവൻ്റെ ജീവിതം മുഴുവൻ ദോഷകരമായതായിരുന്നു, കുറ്റമുള്ളതായിരുന്നു, പാപം നിറഞ്ഞതായിരുന്നു. അവൻ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെടുമ്പോഴും അവൻ അതിന് തക്കതായ ശിക്ഷ തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിച്ചത്. എന്നാൽ ലാസ്റ്റ് ബ്രീത്തിൽ അവൻ കയറി രക്ഷകനെ പിടിച്ചു. ലാസ്റ്റ് ബ്രീത്തിൽ അവൻ കയറി യേശുവിനെ പിടിച്ചു. യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടെ മറുപടി കൊടുത്തു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് നിന്റെ മരണവുമായിട്ട് കണക്റ്റഡാ എന്ന് പറഞ്ഞ നിന്റെ നിത്യതയും നിന്റെ മരണവും ലാസ്റ്റ് ബ്രീത്തിൽ നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നീ തീരാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചോ?
ആമേൻ. അവർ ഒടുക്കം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. തുടക്കത്തിൽ പറയുകയാണ്, എൻ്റെ കാലടികൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ. എന്നാൽ ഇവിടെ വന്ന് പുള്ളി ദുഷ്ടന്മാരുടെ ഒടുക്കം നോക്കിയപ്പോൾ നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ. എൻ്റെ കാലടികൾ ഏകദേശം വഴുതി എന്നൊക്കെ എനിക്ക് തോന്നിയതാണല്ലേ. കാരണം ആസാഫ് നിൽക്കുന്നത് ഒരു പാറയുടെ പുറത്താ. വഴുതിപ്പോയെന്ന് തോന്നിയതാ. എന്നാ നീ വഴുതിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നീ ഇടറി വീഴാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ കാല് ഏകദേശം വഴുതിയെന്ന് നിനക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ നിന്നെ പിടിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ വാരിധിയിൽ വൻതിരയിൽ മുങ്ങിപ്പോകാതെ പത്രോസേ, നീ കടലിന്റെ മീതെ നടക്കുമ്പോഴും നീ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ അടുത്ത് വന്ന് നിന്റെ കൈക്ക് പിടിക്കുന്ന ദൈവമാണ്. കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, വ്യക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആയുസ്സിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ലഭിക്കേണ്ട പല നന്മകളും ലഭിക്കേണ്ട സമയത്ത് നിന്റെ കയ്യിൽ കിട്ടാതെ വരുമ്പോൾ, ദൈവമേ എൻ്റെ കാല് ഏകദേശം ഇടറിയല്ലോ, വഴുതിയല്ലോ എന്ന് തോന്നുമ്പോഴും എൻ്റെ ദൈവം നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ കാല് വഴുതാൻ ഞാൻ സമ്മതിക്കയില്ല. നീ നിലംപരിചയാകാൻ ഞാൻ സമ്മതിക്കയില്ല. നീ തളർന്നു പോകാൻ ഞാൻ സമ്മതിക്കയില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ നീ വന്നാലും അവൻ നീ തീർന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിശ്ചയമായി ആസാഫിന്റെ ആ ടെർമിനോളജി, തൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. ഒടുവിൽ ദൈവം നല്ലവൻ നിശ്ചയം. ഇവിടെ വീണ്ടും പറയുകയാണ്, നിശ്ചയമായി ദൈവം നല്ലവൻ നിശ്ചയമാണെന്ന് ഉറപ്പുള്ള ആസാഫ് ഒരു കാര്യം ഉറപ്പിച്ചു, നിശ്ചയമായി നീ അവരെ, ഒരു ഡൗട്ടും ഇല്ല. എനിക്കുണ്ടായ പ്രശ്നം ഇവർക്കുണ്ടായാൽ ഇവർ പിന്നെ ഭൂമിയിലില്ല. മനസ്സിലായോ? ഞാൻ കടന്നുപോയ പ്രതിസന്ധി ഇവർക്കുണ്ടായാൽ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ അവർ തീർന്നു പോകും. ഹല്ലേലൂയ. നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി. അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. മെരുൾച്ചകളായ ശേഷം മുടിഞ്ഞുപോയി. ആരാ? ദുഷ്ടൻ. ഈ ദുഷ്ടനെ കുറിച്ച് കൂടുതൽ എഴുതിയിരിക്കുന്നൊരു സങ്കീർത്തനമുണ്ട്, ദുഷ്ടന്മാരെ. ഏതാ? 37-ാം സങ്കീർത്തനം. പ്രസംഗിക്കാൻ സമയമില്ല. 37-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് വന്നേ. അത് ഈ കണക്റ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വാക്കുമൊക്കെ പ്രസംഗിക്കണമെന്നുണ്ട് കേട്ടോ. സ്തോത്രം. 12-ാമത്തെ വാക്യം, ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. നോക്കി അടുത്തത് 17-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ അവൻ യഹോവ താങ്ങും. അടുത്ത 20-ാമത്തെ വാക്യം, ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. പ്രസംഗിക്കുന്നില്ലേ, സമയം പോന്നോണ്ടാ. അടുത്തത് 21, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. അതിന്റെ താഴെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്യമാണ് കേട്ടോ. ആമേൻ. അവൻ വീണാലും ആരാ? നീതിമാനെ കുറിച്ചാ. യഹോവ അവന്റെ കൈക്ക്
ഹലോ, നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ കാലം ഏകദേശം ഇടറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരു വാചനം പറയുന്നുണ്ട്, നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യമാണ്, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. നമ്മുടെ കാര്യമാണ്, ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്. ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു. ഞാൻ വൃദ്ധനായി, ഇപ്പം വയസ്സ് ചെയ്യുന്നു. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ കണ്ടു. എന്നാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി. ഹലോ, ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടേയില്ല. ഓ, സ്തോത്രം പറഞ്ഞ് ഇന്ന് ആരാധിച്ചോണം. ഹല്ലേലൂയ. നീ നീതിയിൽ ജീവിച്ചത്, നിർമ്മലതയിൽ നിന്റെ കൈ കഴുകിയത്, നീ വേറിട്ട ജീവിതം നയിച്ചത്, ആമേൻ. ഒരുപക്ഷെ നിനക്ക് മറ്റുള്ളവർ സമ്പാദിച്ചതുപോലെ സമ്പാദിക്കാൻ നിനക്ക് പറ്റിയില്ലായിരിക്കാം. മറ്റുള്ളവർ വെട്ടിപ്പിടിച്ചതുപോലെ നിനക്ക് വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലായിരിക്കാം. ഒത്തിരി സമ്പാദ്യമൊന്നും നിനക്കില്ലാതെ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എനിക്കൊന്ന് കരുതാൻ പറ്റിയില്ലല്ലോ ദൈവമേ, ഞാൻ എൻ്റെ തലമുറയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നീ പലപ്പോഴും രാത്രി ദീർഘശ്വാസം വിടുന്ന സമയങ്ങളില്ലേ? നീ പലപ്പോഴും ഭാരപ്പെടുന്ന അനുഭവങ്ങളില്ലേ? എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. എന്റെ ലൈഫ് ടൈമിൽ ഞാൻ ഒരു കാര്യം കണ്ടിട്ടില്ല, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും. ഉടുതുണിക്കും മറുതുണക്കില്ലെങ്കിലും വെച്ച കഞ്ഞി കൊഴിക്കാൻ നിനക്കൊപ്പില്ലെങ്കിലും, ഹല്ലേലൂയ, ലോകത്തിൽ നിനക്ക് ഉയർച്ച പറയാൻ ഒന്നുമില്ലെങ്കിലും, നീ ഒന്നും ലോകത്തിൽ പിടിച്ചടക്കിയില്ലെങ്കിലും, ഒന്നും നേടിയെടുത്തില്ലെങ്കിലും, ഹല്ലേലൂയ, ഉന്നതന്മാർ പലയിടത്തും തലകുനിക്കുമ്പോൾ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമിരക്കുന്നതും, നിന്റെ തലമുറ ഒരിടത്തും തലകുനിക്കാൻ നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നെങ്കിൽ, നീ വേർപാടിന് വേണ്ടി നിന്നെങ്കിൽ, നീ ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നെങ്കിൽ, പ്രതിസന്ധികൾ വന്നപ്പോഴും പ്രലോഭനങ്ങൾ വന്നപ്പോഴും നീ പിടിച്ചു നിന്നെങ്കിൽ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. നിന്റെ വിചാരങ്ങളല്ല എന്റെ ദൈവത്തിന്റെ വിചാരങ്ങൾ, നിന്റെ കാൽക്കുലേഷൻ അല്ല എന്റെ ദൈവത്തിന്റെ കാൽക്കുലേഷൻ. നീ നിന്റെ പരിമിതിക്കുള്ളിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കണക്ക് കൂട്ടുമ്പോൾ അവൻ നിന്റെ വിശുദ്ധി, നീ ദൈവത്തിന് വേണ്ടി നിന്നത് മറന്നു കളയാത്ത ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. നീതിമാൻ തുണയില്ലാതെ, ഹല്ലേലൂയ, ദൈവം നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. ആരുമില്ലെന്ന് നിനക്ക് തോന്നുമ്പോഴും നീ കണ്ടിട്ടില്ലാത്തവരെ നിനക്ക് വേണ്ടി കൊണ്ടുവരും. നീ തുണയില്ലാതിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ ഒരിടത്തും തലകുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. നീ പരാജയപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്നൊരു പക്ഷെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആര് സഹായിക്കും എന്നും നീ ഭാരപ്പെടേണ്ട കേട്ടോ. നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്തവരെ ദൈവം നിന്റെ അടുത്ത് കൊണ്ടുവന്ന്
നിന്നെ സഹായിക്കാൻ എൻ്റെ ദൈവം നിൻ്റെ കൂടുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ്റെ സന്തതി ആഹാരമിരക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഇരുപത്തെട്ടാമത്തെ വാക്യം, യഹോവ ന്യായപ്രിയനാകുന്നു. യഹോവ ആരാണ്? ന്യായപ്രിയനാകുന്നു. നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. നമ്മുടെ ദൈവം ആരാണ്? നീതിയുള്ള ന്യായാധിപതിയാണ്. അവൻ ന്യായപ്രിയനാണ്. അവൻ ആരാണ്? ന്യായപ്രിയനാണ്. ഈ ലോകത്തിലെ ആർക്കും എൻ്റെ ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റില്ല. കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റിയ ന്യായാധിപതി അല്ല, ജഡ്ജല്ല എൻ്റെ ദൈവം. പുറമേ ഒന്നും കാണിച്ചൊന്നും ദൈവത്തെ സ്വാധീനിക്കാൻ പറ്റില്ല. എന്താ ഇവിടെ പറയുന്നത്? എൻ്റെ ദൈവം ന്യായപ്രിയനാകുന്നു. അവൻ തൻ്റെ വിശുദ്ധന്മാരെ ആരും ഉപേക്ഷിക്കത്തില്ല. വിശുദ്ധന്മാരെ അവൻ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. വിശുദ്ധന്മാരെയും അവൻ്റെ സന്തതികളെയും ആര് പരിപാലിക്കും? ദൈവം പരിപാലിക്കും. അടുത്തത്, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അന്നേക്കും അതിൽ വസിക്കും. എനിക്ക് ഒരു വാക്യം കൂടെ വായിച്ച സമയം പോയി, അവസാനിപ്പിക്കാം. അതിന് 34, 35, യഹോവയ്ക്കായി പ്രത്യാശിച്ച് ശ്രദ്ധിക്കണേ. യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവന്റെ വഴി പ്രമാണിച്ച് നടക്കാം. അവന്റെ വഴി പ്രമാണിച്ചു നടക്കാം. എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. അവൻ നിന്നെ ഉയർത്തും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. ദുഷ്ടന്മാർ ഛേദിക്കപ്പെടുന്നത് നീ കാണും. നിന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. നിനക്കെതിരെ ഇങ്ങനെ ഗൂഢാലോചനകൾ ഉണ്ടാക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. നിന്നെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. നമുക്കറിയത്തില്ല. എന്നാൽ അവരുടേതായ ലോകത്തിൽ അവരുടെ ചിന്ത നിന്നെ എവിടെ തകർക്കാന്നുള്ളതാണ്. ആമേൻ. അടുത്ത് വായിച്ചേ. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും. അടുത്തത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും. ഈ ആസാഫ് പറഞ്ഞതുപോലെ ദുഷ്ടൻ എന്തായി? Our great power. I have seen the wicked in great power. I have seen the wicked in great. പ്രബലനായിരിക്കുക എന്നുള്ളതല്ല, വലിയ അധികാരത്തിൽ ദുഷ്ടന്മാരിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള ദുഷ്ടതയൊക്കെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ദുഷ്ടന്മാരങ്ങനെ അധികാരം കിട്ടിക്കഴിയുമ്പം അവർ കാണിക്കാവുന്ന ദുഷ്ടത മുഴുവൻ എന്ത് ചെയ്യും? കാണിക്കും. I have seen the wicked in great power and spreading himself like a green bay tree. എന്താണ് spreading himself like a green bay tree? എന്തോപോലെ പറഞ്ഞിരിക്കുന്നത്? സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വദേശികമായ പച്ചവൃക്ഷം, അതിന് പല വ്യാഖ്യാനങ്ങളാണ്. എന്നാൽ നമ്മുടെ ഈ സ്വദേശികമായ പച്ചവൃക്ഷം എന്ന ബാറ്ററി എന്നുള്ളതിന് ഈ നല്ല മണമൊക്കെ തരുന്ന ചിലർ പ്രസംഗിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് വൃക്ഷം വളരുന്ന പോലെ വളരുമെന്ന. കമ്മ്യൂണിസ്റ്റ് ചെടി കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ചെടി അല്ല. ഞാനത് നോക്കിയപ്പം കണ്ടത് ബാറ്ററി എന്ന് പറയുന്നത് ഈ വഴനയില അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? ബേ ലീഫ് എന്ന് പറയുന്നത്. കറുകപ്പട്ടയുടെ അതിനൊക്കെ പറയുന്നതാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സൗരഭ്യമൊക്കെ തരുന്നതാണ്.
ഇച്ചിരി ഗുണമൊക്കെ ഉള്ളതാണ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് എന്തുണ്ട്? അതിൻ്റെ മണം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു താൽക്കാലികമായി ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന സൗരഭ്യം വളർത്തുന്നതൊക്കെ ഉമ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വശത്ത് കാണിക്കുന്നുണ്ട്. അടുത്തത്, അവർ തഴയ്ക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. അടുത്ത വായിച്ചേ. ഞാൻ പിന്നെ അതിലേ പോയപ്പോൾ അവനില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവന്മാർ ചെറിയ മണമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ടൊന്നും മണമില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കിയ വൃക്ഷോടുണ്ടോ എന്ന് ഞാൻ നോക്കി. അടുത്തത്, ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. അന്വേഷിച്ചു, അവനെ കണ്ടതുമില്ല. അടുത്തത്, നിഷ്കളങ്കനെ കുഴിക്കൊള്ളുക, നോക്കുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. ശ്രദ്ധിച്ചേ, സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലെ പോയപ്പോൾ അവനെ ഞാൻ അന്വേഷിച്ചു. ചുമ്മാ കണ്ടിട്ടങ്ങ് പോവല്ലായിരുന്നു. ഇനി എനിക്ക് സംശയം തോന്നി, ഇനി ഇവിടെ അല്ലല്ലോ അപ്പുറത്താണ് കണ്ടതെന്നൊരു തോന്നല്. അതുകൊണ്ട് ഞാൻ അവിടെയും പോയി നോക്കി. അതിൽ അന്വേഷിച്ചെന്ന് പറയുന്നത് എനിക്ക് തന്നെ വഴി മാറിപ്പോയോ എന്നൊരു തോന്നൽ. ഞാൻ ഒറ്റ വഴിയിലും പോയി നോക്കി, അന്വേഷിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? കണ്ടതുമില്ല. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന, നിനക്ക് ദോഷം ചെയ്യുന്ന, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോവും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ മുമ്പിലെ പർവ്വതങ്ങൾ സമഭൂമിയായി മാറും. നിന്റെ മുമ്പിലെ എതിരുകൾ മാറിപ്പോകും. നീ ഒന്നും ചെയ്യണ്ട, നീ വെറുതെ ദൈവത്തിന് വേണ്ടി നിന്നു കൊടുത്താൽ മതി. നിനക്ക് നീതി വേണം, നിനക്ക് നിഷ്കളങ്കത വേണം, നിനക്ക് വിശുദ്ധി വേണം. അവൻ വഴുവഴുപ്പിൽ നിന്ന് താഴേക്ക് പൊക്കോളും. നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്നെ മാനിക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ 3 ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ശക്തിയോടെ പറഞ്ഞേ. നമ്മൾ ഈ ഹല്ലേലൂയ പറയാനായി ഇവിടെ വന്നേ, നമ്മൾ ആരാധിക്കാനാ വന്നേ. ദൈവം നമ്മളെ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിക്കാനാ. പലരും വഴിവഴുപ്പിൽ താണുപോയപ്പോൾ, പലരും പരാജയപ്പെട്ടു പോയപ്പോൾ, പലരും തലകുനിക്കേണ്ടി വന്നപ്പോൾ, ആമേൻ, പലരും നിന്നെ തകർക്കാൻ നോക്കിയെങ്കിലും നീ തകരാതെ നിന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചോണം. ആമേൻ. നിന്നെ നിർത്തുന്ന, നിന്നെ നടത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. God bless you. Thank you very much.